നമസ്കാരം. കുറേ കാലം മുമ്പ് ഞാനൊക്കെ ഹൈസ്കൂളിലോ മറ്റും പഠിക്കുന്ന കാലത്താണ് ഒരു കാര്യം വായിച്ചതൊരു ഓർമ്മയില്ല. ഈ മനോരമ മംഗള ആഴ്ചപ്പതിപ്പൊക്കെ വരുന്ന സമയത്ത്, അതോ പ്രീ ഡിഗ്രി കാലത്തൊന്നും ഓർമ്മയില്ല, ആ സമയത്ത് എപ്പോഴോ ലോഹിതദാസ് ചില കുറിപ്പുകൾ അതിൽ എഴുതുമായിരുന്നു. തുടരൻ കുറിപ്പുകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ എങ്ങനെ ഉണ്ടായി എന്നുള്ള കഥ പറയുന്നൊരു കുറിപ്പാണ്. ആ കൂട്ടത്തിൽ അദ്ദേഹം പാഥേയം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായതിനെക്കുറിച്ച് പറഞ്ഞ ഒരു ഉള്ളടക്കം എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്, ലോഹിതദാസ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോടൊപ്പം പോയിട്ട് അദ്ദേഹത്തിൻ്റെ യൗവന കാലത്ത് ബീജം സംഭാവന ചെയ്തു. അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് പോയി അതിൻ്റെ മറ്റ് സാങ്കേതികമായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് സിനിമയിലൊക്കെ വന്ന സമയത്ത് അദ്ദേഹം ആലോചിച്ചു, ആ കുട്ടി ഇപ്പോൾ എവിടെയെങ്കിലും വളരുന്നുണ്ടാവില്ലേ എന്നാലോചിച്ചു. അങ്ങനെ ആ കഥ ഡെവലപ്പ് ചെയ്തു. ആ കുട്ടി എവിടെയായിരിക്കും, എന്തായിരിക്കും, ഞാനാണല്ലോ അച്ഛൻ, അപ്പോൾ ആ നിലയിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാലോചിച്ചിട്ടാണ് പാഥേയത്തിലേക്ക് എത്തിച്ചേർന്നത് എന്ന് അദ്ദേഹം എഴുതിയത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഏകദേശം ഇങ്ങനെയാണ്. അത് മുഴുവൻ എപ്പോഴോ വായിച്ചാണ്. ആ ഒരു കഥ എൻ്റെ ഓർമ്മയിലുള്ളത് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, വലിയ പ്രതിഭകൾ അങ്ങനെയുള്ള ആലോചനയിലൂടെയാണ് ഒരു സാധാരണ ജീവിതകഥ അസാധാരണമായ ചില സാഹചര്യങ്ങളിൽ പറിച്ചു നടന്നത്. അങ്ങനെയുള്ള ഒരു ആലോചന ഞാനിപ്പം ഇവിടെ കൊണ്ടുവരാൻ കാരണം, ഇന്നലെ ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു. ഷെയ്ൻ നിഗം നായകനായിട്ടുള്ള ഒരു സിനിമ കണ്ടു. ആ സിനിമ സമാനമായൊരു സാഹചര്യം അതിനകത്ത് ഉണ്ട് എന്നുള്ളത് പറയാനാണ്. അതായത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെയുള്ള കുടുംബ കഥകൾ പറയുന്ന ഒരുപാട് സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അത്തരത്തിലുള്ള സാധാരണ സാഹചര്യത്തിൽ നടക്കുന്ന ഒരു കഥയിലേക്ക് അസാധാരണമായ ചില ജീവിതത്തെ ഉൾച്ചേർത്തുകൊണ്ട് കഥ പറയാൻ ശ്രമിച്ചു എന്നുള്ളത് ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറയുന്ന കഥയുടെ ഒരു പ്രത്യേകതയായിട്ട്, ആ സിനിമയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ സിനിമ നിങ്ങളുടെ മുമ്പിൽ പറയാൻ, ഈ കഥ ലോഹിതദാസിൻ്റെ സിനിമയെക്കുറിച്ച് സൂചിപ്പിക്കാൻ കാരണം. എബി ട്രീസ പോളും ആൻഡോ ജോസ് പെരേരയും ഒരുക്കിയ ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറയുന്ന സിനിമ ലളിതമായ രീതിയിൽ കഥ പറയുന്ന, നർമ്മം ഒരുപാടുള്ള, രസകരമായ ആസ്വാദ്യത നമുക്ക് ലഭിക്കുന്ന വലിയ ഹൃദയങ്ങളുടെ ഒരു കഥയാണ്. എങ്ങനെയാണ് കഥ ഡെവലപ്പ് ചെയ്യുന്നത് എന്നോ മറ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതിൻ്റെ പശ്ചാത്തലം മാത്രം പറയാം. സിനിമയിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു രസകരമായ സാഹചര്യം അവരൊരുക്കുന്നുണ്ട്. മാത്രമല്ല, ആ കഥ പറയുന്ന ഗ്രാമം പ്രത്യേകത ഏറെയുള്ളതാണ്. പുഷ്പകണ്ഠം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. സിമ്പിൾ സിബി എന്നാണ് നായക കഥാപാത്രത്തിൻ്റെ പേര്. സിബിച്ചൻ എന്ന് വിളിക്കുന്ന നായക കഥാപാത്രം ഷെയ്ൻ നിഗമാണ് ചെയ്യുന്നത്. സിബിയുടെ അച്ഛൻ ബേബി പുതിയ കാലത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കുറച്ച് പ്രായമുണ്ടെങ്കിലും. ബാബുരാജാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഇൻസ്റ്റഗ്രാമും പ്രണയവും ഒക്കെയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അദ്ദേഹം. നർമ്മത്തിലൂടെ സൃഷ്ടിച്ച ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിൻ്റെ രസകരമായ ആവിഷ്കാരം അദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ട്. ബേബിയും മകൻ സിബിച്ചനും കൂട്ടുകാരെ പോലെ ജീവിക്കുന്ന കഥയാണ്. നമ്മൾ ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങളെ അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ കൂട്ടത്തിലൊന്നും പെടുത്താൻ കഴിയാത്ത മറ്റൊരു ജീവിതശൈലി പാലിക്കുന്ന ആളുകളാണ് അവർ. തർക്കം, ബഹളം, തിരുത്തൽ, സ്വീകരിക്കൽ, ഇതൊക്കെ അടങ്ങിയ ഒരു ബന്ധം. ഏലത്തോട്ടം, കൃഷി, കച്ചവടം, ഇതിനിടയിൽ ചെറിയ ജീവിതം, ഇങ്ങനെ രസകരമായത് എന്ന് നമുക്ക് ആസ്വദിപ്പിക്കാവുന്ന നിലയിലേക്ക് അവർ കഥയെ കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ ലേശം ബുദ്ധിമുട്ടുള്ള ജീവിതമാണ്, മലയോര ജീവിതമാണ് ഇതിനകത്ത് പറയുന്നത്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ അതുപോലെ ആവിഷ്കരിക്കുന്ന നിരവധി സിനിമകൾ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. സാധാരണ കാണുന്ന സിനിമകളിലൊക്കെ നിഗൂഢമായ കുറ്റകൃത്യങ്ങളൊക്കെയുള്ള മലയോരത്തെയാണ് കൂടുതലും കാണുക. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടിയും സന്തോഷപ്രദമായ ജീവിത സാഹചര്യങ്ങളെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു പക്ഷേ മഹേഷിൻ്റെ പ്രതികാരത്തിലൊക്കെ കണ്ടതുപോലെ പ്ലസൻ്റായ ജീവിത സാഹചര്യങ്ങളാണ്. അത്രയധികം സങ്കീർണതകളില്ല എങ്കിൽ പോലും. ബേബിയുടെ ഭാര്യ മരിച്ചതാണ്. അതായത് നമ്മുടെ ഷെയ്ൻ നിഗമിൻ്റെ അമ്മ മരിച്ചതാണ് സിനിമയിലെ. അതിൻ്റെ തുടർച്ചയായി സിബിച്ചൻ്റെ സാന്നിധ്യം, മകൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അതിനൊരു കൂട്ട് തേടുന്ന മാനസികാവസ്ഥ സമാനമായ മറ്റൊരു സ്ത്രീയെ അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. ജോൺസൺ എന്ന് പറയുന്നൊരു സുഹൃത്ത് ബേബിക്കുണ്ട്. ജോൺസണിൻ്റെ മകളുണ്ട്, ജോൺസൻ്റെ ഭാര്യയുണ്ട്, മകനുണ്ട്. മകൻ വിദേശത്താണ്. ഇത്രയും ആണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ഇത് സിനിമയുടെ സ്പോയിലറാണെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും. പക്ഷേ ഇതൊന്നുമല്ല കഥ. ഇത് ആദ്യം അവർ ഒറ്റടിക്ക് പറയുന്ന ചെറിയൊരു ഗ്രാഫിക്കൽ സ്റ്റോറിയിലൂടെ പറയുന്ന കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. രണ്ട് കുടുംബത്തിൽ നടക്കുന്ന കഥ ഒരു നാടിനെ ആകെ പിടിച്ചു കുലുക്കാൻ ശേഷിയുള്ള സംഭവഗതിയിലൂടെ മുന്നേറുന്ന സാഹചര്യമാണ്. അത് രസകരമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇതാണ് ലിറ്റിൽ ഹാർട്ട്സിനെ വ്യത്യസ്തമാക്കുന്നത്. ആ കഥയിലേക്ക് ഉൾച്ചേർക്കുന്ന മറ്റൊരു ഗൗരവതരമായ പ്രശ്നം കൂടിയുണ്ട് എന്നുള്ളതാണ് വ്യത്യാസം. ചില കഥാപാത്രങ്ങളിലൂടെ കടന്നുപോയാൽ ഇപ്പോൾ ഷെയ്ൻ നിഗം ആണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ആൾ. ഷെയ്ൻ നിഗം നമ്മൾ പല സമയത്ത്, ഇപ്പോൾ RDX ഒക്കെ വന്ന സമയത്ത് നമ്മൾ ഷെയ്ൻ നിഗമിനെ കുറിച്ച് സംസാരിച്ചാണ്. പല കഥാപാത്രങ്ങളുടെയും
അവതരണത്തിൽ ഷെയ്ൻ നിഗം നേരിടുന്ന ഒരു പ്രശ്നം, അദ്ദേഹം മാത്രമല്ല ഈ പുതിയ കാലത്തെ സിനിമയിലെ നടീനടന്മാർ നേരിടുന്ന ഒരു പ്രശ്നം, അവർ അവരുടെ പെരുമാറ്റത്തിലൂടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ പോസിറ്റീവ് ആണെങ്കിലും 2-3 സിനിമയൊക്കെ കഴിയുന്ന സമയത്ത് അതൊരു പ്രശ്നമാവും. കാരണം ഈ പ്രൊഫഷണൽസായ ആളുകളെ പോലെ അവർ അഭിനയത്തിലേക്ക് വരുന്നതിന് തടസ്സമാവും. അത് അവർ ഐഡൻറ്റിറ്റി ഓടുകൂടി പെരുമാറുന്ന ഒരാളായി മികച്ച നായക താരങ്ങൾ അല്ലെങ്കിൽ നായികാ താരങ്ങളൊക്കെ ആ കാര്യത്തിൽ പ്രതിസന്ധിയിലാവും. വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ഈ തൻ്റെ സ്ഥിരം ഭാഷ തന്നെ പ്രയോഗിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ഷെയ്ൻ നിഗം എല്ലാത്തിലും കൊച്ചി ഭാഷയിലാണ് പെരുമാറുക. അതിന് പകരം വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ കടന്നു പോകുന്ന നടനായി മാറുക എന്നുള്ളതാണ് ഒരാളുടെ മികവ്. അദ്ദേഹം ഈ സിനിമയിൽ അത് പാലിച്ചു എന്നുള്ളതാണ്. മലയോര ജനതയുടെ പ്രതിനിധിയായ ഒരു യുവാവ്, അതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷ, ബിഹേവിയർ, പെരുമാറ്റത്തിലൊക്കെ അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലിയൊക്കെ വലിയ വ്യത്യാസത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. RDX ഒക്കെ വന്ന സമയത്ത് എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയൊരു നടനുണ്ട്, ഒരു മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നൊരു നടനുണ്ട്. അതിനനുസരിച്ച് കഥാപാത്രം ലഭിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അതിനുള്ള ഒരു തുടർച്ച ഈ സിനിമയിൽ ലിറ്റിൽ ഹാർട്സിലുണ്ട് എന്നുള്ളത് പ്രത്യേകമായി പറയേണ്ട. അദ്ദേഹത്തിൻ്റെ ചില ബിഹേവിയറൊക്കെ പ്രത്യേകമായി രസകരമാണ്. ഇപ്പം ഞാൻ പലപ്പോഴും നേരിടുന്നൊരു പ്രതിസന്ധി, നമ്മൾ ടീഷർട്ടിന് പലതിനും പോക്കറ്റ് ഉണ്ടാവില്ല, അപ്പോൾ ഈ മൊബൈൽ എവിടെ വെക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇയാൾ ഈ ഷെയ്ൻ നിഗമിനും ആ പ്രശ്നം അതിനകത്തുണ്ട്. അദ്ദേഹം ചില സമയത്ത് ലുങ്കി ഉടുക്കും, മുണ്ടെടുക്കും. ഈ മൊബൈൽ ഇങ്ങനെ അരയിൽ പഴയ മുറുക്കാനൊക്കെ വെക്കുന്ന പോലെയാണ് ഞാൻ വെക്കുക. അപ്പോൾ അത് ആളുകൾ കാണുമ്പം മോശമാണോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് എടുക്കുകയൊക്കെ ചെയ്യുക. നമ്മൾ പുറത്ത് പോകുമ്പോഴേ പോക്കറ്റ് ഉപയോഗിക്കില്ലല്ലോ, മുണ്ട് കൊടുത്ത് അല്ലെങ്കിൽ ലുങ്കി കൊടുത്ത് പുറത്ത് പോകുമ്പോൾ. ഈ സിനിമയിൽ അത് അദ്ദേഹം രസകരമായിട്ട് 1-2 ഇടത്തത് നമ്മളറിയാതെ പ്രയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ മുറുക്കാനൊക്കെ വെക്കുന്നത് പോലെ അവിടെ മൊബൈൽ വെക്കുക, അത് പുറത്തെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സൂക്ഷ്മമായ കാര്യങ്ങളിൽ പോലും അദ്ദേഹം കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ സംഭാഷണത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ശൈലികൾ, ഇപ്പോൾ ജീപ്പ് ഓടിക്കുന്നതിനൊരു ശൈലി അതിനകത്ത് അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. ഒരു കൈ ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഒരു കൈ ഇങ്ങനെ ഒരു സീറ്റിൻ്റെ മുകളിൽ വെക്കും, മറ്റേ കൈ കൊണ്ട് സ്റ്റിയറിംഗ് ഓടിക്കും, ആവശ്യത്തിന് ഉപയോഗിക്കും കേട്ടോ. അങ്ങനെ പല രീതിയിലും അദ്ദേഹം വ്യത്യസ്തമായ കഥാപാത്രമാക്കി സിബിച്ചനെ മാറ്റിയിട്ടുണ്ട്. പലപ്പോഴും പുതിയ കാലത്തെ അഭിനേതാക്കൾ നേരിടുന്ന ഒരു വെല്ലുവിളി ഇതിലേക്ക് ആവശ്യമായ തരത്തിലുള്ള കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. വ്യത്യാസമുള്ള, ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ടർബോയിലെ ബിന്ദു പണിക്കറാണ്. ഒരുപക്ഷെ പുതിയ കഥാപാത്രങ്ങളിൽ നടീനടന്മാരിൽ പല ആളുകളെയും പരീക്ഷിക്കാൻ സംവിധായകർ മടിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പരീക്ഷിച്ചാൽ ചിലപ്പോൾ വിജയകരമാവുമായിരിക്കും. ഇപ്പോൾ ബിന്ദു പണിക്കർ ചെയ്തു വരുന്ന ശീലത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു ഹെവി ആയിട്ടുള്ള ഒരു പുതിയ ക്യാരക്ടറിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യം. ടർബോയിൽ മമ്മൂട്ടിൻ്റെ അമ്മയായിട്ട് അവർ വന്നത് പഴയ KPC ലളിതയൊക്കെ ചെയ്യുന്ന ശൈലിയിലേക്ക് അവരെ ഉയർത്താൻ, അവരുടെ മികവ് ഉപയോഗിച്ചുകൊണ്ട് ഉയർത്താനുള്ള ഒരു സാഹചര്യമാണ് ആ കഥാപാത്രം സൃഷ്ടിച്ചത്. അങ്ങനെയുള്ള തരത്തിലുള്ള കൂടുമാറ്റം സാധ്യമാക്കാൻ അത്രയോളം വരില്ലെങ്കിലും ഷെയ്ൻ നിഗമിൻ്റെ ഈ ചെറിയ തോതിലുള്ള മാറ്റം ശ്രദ്ധേയമാണ്. അത് ഇനിയും തുടരുക എന്നുള്ളതാണ് ഇവർക്കൊക്കെ ചെയ്യാവുന്നൊരു കാര്യം. ഒരുപക്ഷെ മമ്മൂട്ടി മോഹൻലാലൊക്കെ ചെയ്തു വന്നിരുന്ന വഴി അതാണ്. അവർ അങ്ങനെ അങ്ങ് മാറും സംഭാഷണത്തിൽ. മമ്മൂട്ടിയൊക്കെ ഏത് സംഭാഷണവും പുത്തൻ പണത്തിൽ കാസർഗോഡ് ഡയലോഗ് പോലും എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളൊരു മാറ്റം, അതിനുള്ളൊരു തുടക്കമായിട്ട് ഇത് ഞാൻ ഷെയ്ൻ നിഗമിൻ്റെ കാര്യത്തിൽ കാണുകയാണ്. അതിനൊപ്പം ബാബുരാജ്, ഷെയ്ൻ നിഗമിൻ്റെ അച്ഛനായിട്ട് അവതരിപ്പിക്കുന്ന ബാബുരാജ്, ഒരു വില്ലൻ ഗുണ്ട, സ്ഥിരമായിട്ട് അടി മണിക്കുന്ന ഒരു കഥാപാത്രമൊക്കെ ആയിരുന്നു ബാബുരാജ് കുറേ കാലം. എന്നാൽ നമ്മുടെ സാൾട്ട് ആൻഡ് പെപ്പറിലൂടെ ആഷിഖ് അബുവാണ് അദ്ദേഹത്തിന് വലിയൊരു വ്യത്യാസം, മറ്റൊരു ട്രാക്ക് സൃഷ്ടിച്ചു കൊടുത്തത്. ആ ട്രാക്കിന് ശേഷം കുറേ കഥാപാത്രങ്ങൾ വന്നെങ്കിലും അതൊക്കെ വലിയൊരു കാട്ടിക്കൂട്ടലായിട്ടാണ് പലതും തോന്നിയിട്ടുള്ളത്. ചിലതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എന്നാൽ ഇതിനെ അതിവർത്തിക്കുന്ന ഒരു കഥാപാത്രം വന്നിട്ടില്ല. പക്ഷേ ഈ സിനിമയിൽ ലിറ്റിൽ ഹാർട്സിൽ അദ്ദേഹം ഒരു അച്ഛനായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ കാണാത്ത തരം അച്ഛനാണ്. ഇപ്പോൾ ജയറാമിനെയും ഇന്നസെൻറ്റിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, മമ്മൂട്ടി, ഇന്നസെൻറ്റ്, അല്ലെങ്കിൽ തിലകൻ, മോഹൻലാൽ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് ബാബുരാജും ഷെയ്ൻ നിഗം ഈ സിനിമയിൽ മാറിയിട്ടുണ്ട്. ബാബുരാജ് അതിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയി വേറൊരു അച്ഛനെ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഒക്കെ ഷെയ്ൻ നിഗമിനോട് മത്സരിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു നടനായി നമുക്ക് അദ്ദേഹത്തെ കാണാം പല രംഗങ്ങളിലും. അത്ര വൃത്തിയായിട്ട് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. തമാശയും ഗൗരവവും എല്ലാം മാറി മാറി വരുന്ന സമയത്ത് അടിസ്ഥാനപരമായി ജീവിതത്തെ ഗൗരവത്തിൽ തന്നെ കാണുന്ന ഒരു ആളാണ് ഈ ബേബി എന്ന് പറയുന്ന കഥാപാത്രം. പക്ഷേ നമ്മൾ ഈ കഥ സഞ്ചരിക്കുന്നത് ഒരു നർമ്മത്തിൻ്റെ റൂട്ടിലൂടെയാണ് എന്നതാണ് വ്യത്യാസം. അത് ബാബുരാജിലൂടെ അവതരിപ്പിച്ചതോടുകൂടി ആ കഥാപാത്രം നല്ലൊരു കഥാപാത്രമായി മാറി എന്നതാണ്. പിന്നെ നായിക മഹിമ, ഷെയ്ൻ നിഗമിൻ്റെ ജോഡിയായി നമ്മൾ RDXൽ കണ്ട നായിക. കാമുകി ഭാവത്തിൽ മികച്ച കഥാസന്ദർഭങ്ങൾ മഹിമയുടെ സാന്നിധ്യം ഈ സിനിമയിൽ സമ്മാനിക്കുന്നുണ്ട്. എന്നാലും നടി എന്ന നിലയിൽ റേഞ്ച് തെളിയിക്കാൻ മാത്രമുള്ള ഒരു കഥാപാത്രമല്ല. അതിന് ഒരുപാട് ദൂരം ഇനിയും മഹിമ എന്ന് പറയുന്ന നടി സഞ്ചരിക്കേണ്ടി വരും. RDXൽ നിന്ന് വ്യത്യസ്തമായ
വലിയ കാര്യമൊന്നും ഇതിനകത്തില്ല. പക്ഷേ അവരുടെ സാന്നിധ്യം ഒരു വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും. പ്രണയരംഗങ്ങൾ, ഒരുപക്ഷെ ഷെയ്നിനേക്കാളും മുന്നോട്ട് വന്ന് അഭിനയിക്കേണ്ട ചില രംഗങ്ങളൊക്കെ രസകരമായ സംഭാഷണത്തിലൂടെയും നോട്ടത്തിലൂടെയൊക്കെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഥാപാത്രത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പ്രത്യേകമായി പറയേണ്ടത് ഷൈൻ ടോം ചാക്കോൻ്റെ സാന്നിധ്യമാണ്. ഷൈൻ ടോമിനെ നമ്മൾ ഒരുപാട് സ്ഥിരം കണ്ട് ഒരേ ടൈപ്പ് കണ്ട് പലപ്പോഴും നമുക്ക് ബോറടിക്കും. ഗംഭീര നടനൊക്കെ തന്നെയാണ് ഷൈൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പല കഥാപാത്രങ്ങളുടെയും ആവർത്തന വിരസത അനുഭവിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. നല്ല നടൻ എന്നുള്ള നിലയിൽ ചില പ്രത്യേകമായ കഥാപാത്രങ്ങൾ എടുത്തു പറയാനുണ്ട്. പക്ഷേ ഈ സിനിമയിൽ ഇതുവരെ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അത്രമാത്രം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരാളുമല്ല. കുറേ അസാധാരണത്തുള്ള ബിഹേവിയറും വലിയ വ്യത്യാസം ഉള്ള ഒരാളാണ്. ഒരു ശാന്ത സ്വരൂപി, ശാന്തഭാവി എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരാളായിട്ടാണ് അദ്ദേഹം വരുന്നത്. മാത്രമല്ല ഈ സിനിമയിലെ ഒരു വലിയൊരു സംഘർഷ നിമിഷത്തിലൂടെ കടന്നു പോകുന്ന അസാധാരണനായ ഒരാളാണ് ഷൈൻ ടോം ചാക്കോ. ആ കഥാപാത്രത്തെ അദ്ദേഹം വൃത്തിയായി തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ബാബുരാജിൻ്റെ കാമുകിയായി എത്തുന്ന രമ്യ സൂവി എന്ന നടിയുടെ നല്ല റോളാണ്. സമൂഹം എങ്ങനെയൊക്കെ നോക്കുന്നു എന്നതിനപ്പുറത്ത് കാമുകൻ്റെ സ്നേഹാർദ്രമായ നർമ്മഭാവത്തിൽ ജീവിതത്തിൻ്റെ ആശ്വാസം കണ്ടെത്തുന്ന ഒരാളാണ്. അവരുടെ മകളായി എത്തിയ കുട്ടി നല്ല കഥാപാത്രമാണ്. രഞ്ജി പണിക്കർ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അഭിനയിച്ച മാലാ പാർവതി. ഒരു അമ്മ എന്ന മട്ടിൽ അവർ പേരുന്ന കുറേ സംഘർഷങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ആവിഷ്കാരം ഈ സിനിമയിലുണ്ട്. അങ്ങനെ ഷമ്മി തിലകൻ്റെ ഒരു സർപ്രൈസ് വരവുണ്ട്. സ്ഥിരം നമ്പറുമായി ഈ പറഞ്ഞ പോലെ ഷൈൻ ടോം നേരത്തെ ചെയ്തതുപോലെ ജാഫർ ഇടുക്കി ഇതിനകത്ത് വരുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ നിരവധി ഞാൻ വിട്ടുപോയ ആളുകൾ പോലും ഇതിനകത്തുണ്ട്. എല്ലാവർക്കും അവരുടേതായ റോൾ ഈ സിനിമയിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരുടെ പ്രതിഭ വെളിവാക്കുന്ന ഒരു കാര്യം. ഒരാൾ കുറച്ച് നേരമാണ് വരുന്നെങ്കിലും അവരുടെയൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻ സഹായിയായി നമ്മുടെ ഷൈനിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം നന്നായി ചിരിപ്പിക്കുകയും ചെയ്യും. പൊട്ടിച്ചിരിയിലേക്ക് സിനിമ പോകുന്നത് ഒരുപക്ഷെ ആദ്യഘട്ടം കഴിഞ്ഞിട്ടാണ്. അതിലേക്ക് സംഭാവന നൽകുന്ന ഒരാളാണ് അദ്ദേഹം. ചിലപ്പോൾ പൊട്ടിച്ചിരിപ്പിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ ഇവിടെ പറയുന്നില്ല. ചില സംഭാഷണങ്ങൾ എഴുതിയതൊക്കെ നല്ല രസമായിട്ടുണ്ട് ഈ സിനിമയിൽ. എബി ട്രീസ പോളും ആൻഡോ ജോസ് പെരേരയും അവരുടേതായ ഒരു ഐഡൻറ്റിറ്റിയിൽ തന്നെ ഈ സിനിമ ഒരുക്കിയിട്ടുണ്ട്. അതിനുതകുന്ന സംഭാഷണവും കഥാബീജവും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു ദിവസം ഈ രഞ്ജി പണിക്കരുടെ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഭയങ്കരമായിട്ടുള്ളൊരു ഹെവി ആയിട്ടുള്ളൊരു ഭാരം താങ്ങാനാവാതെ ഇങ്ങോട്ട് നമ്മുടെ ബാബുരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി കയറി വരും. കാണുമ്പോൾ അറിയാം ഇങ്ങനെ വിങ്ങുന്ന ഉള്ളമാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ബാബുരാജ് ഫുൾ ഫിറ്റായിട്ട് വീണ്ടും വെള്ളടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തെ കണ്ട ഉടനെ മറ്റ് ചില പ്രശ്നങ്ങളിലൂടെ ഇവരും കടന്നു പോകുന്നുണ്ട്, ഈ ബാബുരാജും ഷെയ്ൻ നിഗവും. അപ്പോൾ ഷെയ്ൻ നിഗം അവിടെ ഇല്ല, അദ്ദേഹം ഒളിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ബാബുരാജ് ഒറ്റയടിക്ക് വെള്ളപ്പുറത്ത് ചില ഡയലോഗ് പറയും. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ വിഷമത്തെ അങ്ങ് നിർവചിക്കുന്നുണ്ട് ബാബുരാജിൻ്റെ കഥാപാത്രം. അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് വളരെ വലിയ പ്രസക്തമായ ഒരു പോയിൻ്റാണ്. ഇന്നലെകളെക്കുറിച്ച് ഓർത്തിട്ടാണ് വിഷമിക്കുന്നതെന്ന് കുഴപ്പമില്ല, പക്ഷേ നീ വിഷമിക്കുന്നത് നാളെയെക്കുറിച്ച് ഓർത്തിട്ടാണെങ്കിൽ, ഭാവിയെക്കുറിച്ച് ഓർത്തിട്ടാണെങ്കിൽ നിൻ്റെ ജീവിതം കട്ടപ്പോഹയാവും എന്ന് പറയുന്നൊരു പ്രസക്തമായൊരു നിരീക്ഷണമാണത്. എനിക്ക് അത് തോന്നി. നമ്മൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചാൽ കാര്യമില്ല, വേണമെങ്കിൽ കുഴപ്പമില്ല, വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. പക്ഷേ നാളെ വരാനിരിക്കുന്ന കാര്യം അയ്യോ അത് വരാൻ പോകാണല്ലോ, അപ്പോൾ ഇന്നേ നമ്മൾ വിഷമിച്ച് തുടങ്ങിയിട്ട് കാര്യമില്ല. ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ആണ് ഈ യഥാർത്ഥത്തിൽ സന്തോഷിക്കണോ വിഷമിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ജീവിതം കട്ടപ്പോഹയായിരിക്കും. ഇങ്ങനെ ആ ഒരു സംഭാഷണം നമ്മളെ ചിന്തിപ്പിക്കും. ഇതുപോലെ കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ പറയുന്നുണ്ട്. ഒരു സാധാരണ ലൈറ്റായിട്ടുള്ള കഥ പറയുമ്പം ആവശ്യമുള്ളത് മാത്രം എഴുതുകയാണ് സംഭാഷണ രചയിതാവും ചെയ്തിട്ടുള്ളത്. ഗംഭീരമായ ഒരു കഥാബീജമാണ് ഈ സിനിമ. എന്നാൽ അതിന് ഉതകും വിധമുള്ള അത്ര ഒരു ഉയർച്ചയിലേക്ക് പോയൊരു തിരക്കഥയല്ല ശരിക്കും ലിറ്റിൽ ഹാർട്സിനുള്ളത്. എന്നാലും ഇതിലും വലിയൊരു ആവിഷ്കാരം ഈ സിനിമയുടെ കഥ അർഹിക്കുന്നുണ്ട് എങ്കിൽ പോലും തള്ളിക്കളയാൻ ഈ സിനിമയെ കഴിയില്ല. ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയെ തള്ളിക്കളയാൻ കഴിയില്ല. ആ വൃത്തിയായിട്ട് തന്നെ അവരാലാവും വിധം വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്, മടുപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മികച്ച നർമ്മ സാഹചര്യം ഈ സിനിമയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ തുടക്ക സമയത്തെല്ലാം കൂടുതൽ ചിരിപ്പിക്കാവുന്ന രീതിയിലുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അത്രയും പൊട്ടിച്ചിരിയിലേക്ക് പോകുന്നത് സിനിമ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ്. ഒരു പകുതിയൊക്കെ ആവുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മുടെ ചിരിയിലേക്ക് പൂർണ്ണമായിട്ട് കൊണ്ടുപോകുന്നത്. പലവിധ മനുഷ്യരാണ് ലോകത്തുള്ളത് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഓരോ ഗ്രാമത്തിലും ഓരോ വീട്ടിലും വ്യത്യസ്തരായ കുറേ മനുഷ്യർ. ജോൺസണിൻ്റെ വീട്ടിലും ബേബിയുടെ വീട്ടിലും അത്തരക്കാരാണ്. ഈ സിനിമയുടെ മികച്ച ക്ലൈമാക്സിൽ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എങ്ങനെ പറയാം എന്ന് ആവിഷ്കരിക്കുന്ന ഒരു രീതിയാണ് പിന്തുടർന്നിട്ടുള്ളത്. ലിറ്റിൽ ഹാർട്സിൻ്റെ ഒരു മികച്ച ക്ലൈമാക്സാണ്. ആ ക്ലൈമാക്സിലേക്ക് ഒരു സംഘർഷഭരിതമായ സാഹചര്യം ചെറിയതാണെങ്കിലും നമ്മളെ കുറേ നേരം ഇൻട്രസ്റ്റിംഗ് ആയി കണ്ടുകൊണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാവും വ്യത്യസ്തരായ മനുഷ്യർ എന്തുമാത്രം സംഘർഷത്തിലേക്ക് എത്തിപ്പെടാം എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ആ വ്യത്യസ്തതകളിൽ യോജിക്കുന്ന മേഖലകളെ കൂടുതലായി പുണരുന്ന സമയത്ത് വലിയ സൗന്ദര്യമുള്ള ജീവിതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ്
പറയാറുള്ളത്. ലിറ്റിൽ ഹാർട്സ് പറയുന്നതും അതാണ്. നല്ല ജീവിതം വ്യക്തിപരമായി മാത്രമല്ല, ഒരു കൂട്ടത്തിനാകെ നല്ല ജീവിതം സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ് എന്ന്, ആസ്വാദ്യകരമായ അനുഭവ സാഹചര്യങ്ങളെ, വ്യത്യസ്തമായ ജീവിതങ്ങളെ ഒന്നിച്ച് ചേർത്ത് നിർത്തുന്നത് അത്തരം ചില യോജിപ്പുകൾ സംഭവിക്കുമ്പോഴാണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഒരു കൂട്ടം തന്നെ, ഒരു സമൂഹം, ചെറിയൊരു സമൂഹം തന്നെ നല്ല ജീവിതം സാധ്യമാക്കുന്നത് എന്നാണ്. ഒരുപക്ഷെ മലയാളിക്ക് താങ്ങാൻ പറ്റാത്ത ഒരു വിഷയത്തെ ഈ കഥയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പാളിപ്പോയേക്കാവുന്ന ഒരു പ്രശ്നത്തെ, അതിൻ്റെ നമ്മളിപ്പോഴും ആരോഗ്യകരമായി മലയാളി സമൂഹം ആ നിലയിൽ കാണാൻ ശീലിച്ചിട്ടില്ലാത്ത, നിയമപരമായി തന്നെ നമ്മൾ ഒരുപക്ഷെ അതിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തെ മനോഹരമായി അവതരിപ്പിച്ചു. ആ അർത്ഥത്തിൽ മനുഷ്യനെ ബോധവൽക്കരിക്കും വിധം ഒരു പ്രശ്നത്തെ ഒരു കമേഴ്സ്യൽ സിനിമയിൽ ഉൾക്കൊള്ളിച്ചു എന്നതിൽ അവർ ഭയങ്കരമായിട്ട് അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഒപ്പം സിനിമ വലിയ വിജയമാകുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ, എനിക്കറിയില്ല, നമ്മളങ്ങനെ പ്രവചനം നടത്താൻ കഴിയില്ലോ. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ട് വിജയിക്കണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും അങ്ങനെ സിനിമ വലിയ ചർച്ചയാകാനുള്ള സാഹചര്യം ഈ സിനിമയ്ക്കുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ പലവിധ കല്ലേറുകൾ ഇവർ നേരിടേണ്ടി വരും. പക്ഷേ സിനിമ കാണുന്ന ആൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുകൂടി ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇത് വിലക്കിയിട്ടുണ്ട് എന്ന വാർത്ത വന്നതൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സിനിമ കാണുമ്പോഴാണ് അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞതുപോലെ ആ നിഗൂഢത എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുക. ലിറ്റിൽ ഹാർട്സിനെ വ്യത്യസ്തമാക്കുന്നതും ഒരു സാധാരണ ഫീൽ ഗുഡ് പടം എന്ന ലെവലിൽ ഒതുക്കാൻ കഴിയാത്തതും സിനിമയിൽ ഉൾക്കൊള്ളിച്ച ആ സാമൂഹിക പ്രശ്നമാണ്. എന്താണെന്ന് ഞാൻ പറയുന്നില്ല. സിനിമയുടെ ആസ്വാദ്യത നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഞാൻ ആ വിശദീകരണത്തിൽ കടക്കുന്നില്ല. എന്തായാലും 2024 പുലർന്നതോടെ ഗംഭീര സിനിമകൾ മലയാള സിനിമയിൽ ഉണ്ടാവുന്നതാണ് നമ്മൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം പറയുന്നത് സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഈ സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ആവശ്യത്തിനുണ്ട്. കരുത്തരായതും എല്ലാം ഗംഭീരമായതുമായ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പുരുഷ നായക കഥാപാത്രങ്ങളാണ് ഈ സിനിമ നയിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് സാന്ദ്ര തോമസ്, പഴയ ഫ്രൈഡേ ഫിലിംസിൻ്റെ സാന്ദ്ര തോമസിൻ്റെ പേര് നിർമ്മാതാവ് എന്ന നിലയിൽ ഈ സിനിമയ്ക്ക് എഴുതി കാണിക്കുന്ന സമയത്ത് ഒരു സിനിമ മുഴുവനായും പിന്നിൽ നിന്ന് നയിക്കുന്ന ഒരു സ്ത്രീയുടെ സാന്നിധ്യം വ്യക്തമാവും എന്നുള്ളത് അതിനൊക്കെ അപ്പുറത്തുള്ളൊരു ആശ്വാസമാണ് എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിക്കുന്നു. ലിറ്റിൽ ഹാർട്സ് തുടങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഗ്രാഫിക്കൽ സ്റ്റോറി പറഞ്ഞുകൊണ്ട്, അതൊരു AI ഗ്രാഫിക്സ് ആണ്. നമ്മൾ മുമ്പ് ഒരു AI ഗ്രാഫിക്സ് സങ്കേതത്തിലൂടെ കഥ പറയുന്നത് അധികം കണ്ടിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വ്യത്യസ്തത ഈ സിനിമയ്ക്കുണ്ട്. ലിബിൻ ബാഹുലേൻ്റെ ക്യാരക്ടറുകൾ ആണ് അതിൻ്റെ പിന്നിൽ നിന്നാണ് മനസ്സിലാവുന്നത്. അത് ആസ്വദിച്ച് സിനിമ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ലളിതമായൊരു കഥ പറച്ചിലിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആദ്യം തന്നെ ഒരു ചെറിയ സിനിമ, ലിറ്റിൽ ഹാർട്സ് എന്ന പേരും ഇട്ടിട്ടുണ്ട്. മലയാളത്തിൽ ചെറിയ ഹൃദയങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിവർത്തനം ചെയ്യാം. എന്നാൽ സിനിമ കഴിയുമ്പോൾ ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്ന വലിയ ഹൃദയങ്ങളുടെ കഥയാണ് സിനിമ, ലിറ്റിൽ ഹാർട്സ് എന്ന സിനിമ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. വിവിധ ജീവിതാവസ്ഥകളിൽ സംയമനത്തോടെ പുതിയ കാലത്തേക്ക് നമ്മളെ നയിക്കുന്ന കുറേ വലിയ ഹൃദയങ്ങളുടെ കഥയാണ് ലിറ്റിൽ ഹാർട്സ് പറയുന്നത്. നന്ദി, നമസ്കാരം.